മനീഷ് മൂർത്തി ഏറ്റവും പുതിയ വിവരങ്ങളുമായി CHCയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് CHCയിൽ നിന്ന് ഈ മണിക്കൂറിൽ പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? മനീഷ് മൂർത്തി. സുഹൈൽ, പ്രജിൻ ഇപ്പോഴും അതായത് ഒരു മൃതദേഹം കൂടി ഇവിടേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അത് മുണ്ടക്കയിൽ നിന്നാണ്. അത് മൃതദേഹമാണോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണോ എന്ന കാര്യത്തിൽ അവർക്കും വ്യക്തതയില്ല. അതുകൂടി ആ ഒരു പ്രവർത്തനം കൂടി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന വളണ്ടിയർമാരാണ് നമുക്കിപ്പോൾ ഈ മുമ്പിലുണ്ട്. അങ്ങനെ 24 മണിക്കൂർ എന്ന് പറയുന്നത് പോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഇവിടെ വളരെ സജീവമായി തന്നെ ഉണ്ട്. സുഹൈലും പ്രജിനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവന്റെ ഒരു കണികയെങ്കിലും എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് രക്ഷാപ്രവർത്തകർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പാലം നിർമ്മാണം അവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ മരണത്തിന്റെ കണക്കുകൾ പറയുകയാണെങ്കിൽ അത് മേപ്പാടി CHCയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി CHCയിൽ 138 മൃതദേഹങ്ങൾ ഉള്ളത്. അതിൽ പലതും 104 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, 105 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിലമ്പൂരിലാണെങ്കിൽ 147, അത് ശരീരഭാഗങ്ങൾ കൂടി ചേർത്തിട്ടുള്ള ഒരു കണക്കാണ്. അങ്ങനെ 297 മരണം. വിംസിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ 12 മരണങ്ങളാണ് അവിടെ സംഭവിച്ചത്. വൈത്തിരിയിലും ബത്തേരി ആശുപത്രിയിലും ഓരോ മരണങ്ങൾ കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്തിയത് 20 മൃതദേഹങ്ങളാണ്. അതിനൊപ്പം 51 ശരീര അവശിഷ്ടങ്ങളും എത്തുന്ന ഒരു നിലയുണ്ട്. ശരീരാവശിഷ്ടങ്ങളാണ് നിലമ്പൂരിൽ നിന്ന് വരുന്നതിൽ കൂടുതലും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുള്ളൊരു ആവശ്യം ഇവിടെ വരുന്ന ആളുകൾ, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അവർ ഇവിടേക്ക് എല്ലാ ദിവസവും എത്തുന്നുണ്ട്. ഓരോ തവണ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴും അതെല്ലാം നോക്കിക്കൊണ്ട് അതിൽ ഉറ്റവരുടേതുണ്ടോ എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ അത് തീർച്ചപ്പെടുത്താനുള്ള ഇതിന്റെ ഭാഗമായി ഞാനിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച ഒരാളുടെ കുടുംബത്തിൽ, അത് നിരവധി കുടുംബങ്ങളുള്ള ഒരു മേഖലയാണ്. അവിടെയുള്ള 30 പേരെയാണ് കാണാതായത്. അതിൽ 18 പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ കിട്ടിയതെന്ന് അദ്ദേഹം പറയുന്ന ഒരു നിലയുണ്ട്. അങ്ങനെ പൂർണ്ണമായും തന്നെ ഒരു കുടുംബം എന്ന് പറയുന്നത് കുടുംബമോ അല്ലെങ്കിൽ അത് അവരുടെ സ്വത്തുവകകളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെട്ട അതിജീവിച്ച ആളുകൾ എവിടെയെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ അവരെ തേടി നടക്കുന്ന ഒരു നില തന്നെയാണ്. എന്തായാലും ഇപ്പോൾ CHCയിലേക്ക് എത്തുന്നവർ എല്ലാ ആശയം നഷ്ടപ്പെട്ടാണ് വരുന്നത്. കാരണം ഇവിടേക്ക് മൃതദേഹങ്ങൾ മാത്രം എത്തുന്നു. വിംസിലാണെങ്കിൽ ഇന്നിപ്പോൾ 7 പേർ കൂടി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. 70 ആയിരുന്നു അവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം. ഇന്നിപ്പോൾ അത് 63 ആയിട്ടുണ്ട്. ഒരാൾക്ക് 3 പേരാണ് ICUവിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഒഡീഷയിൽ നിന്നെത്തിയ ഒരു ഡോക്ടറുടെ നിലയാണ് ഗുരുതരമായി തന്നെ തുടരുന്നത്. ആ രീതിയിലാണ് വിംസിൽ നിന്നുള്ള ഒരു കണക്കുകൾ എന്ന് പറയുന്നത്. നിലവിൽ നമുക്ക് മേപ്പാടി CHCയിൽ 138 സംഖ്യ, നിലമ്പൂരിൽ 147, വിംസിൽ 12, വൈത്തിരി 1, ബത്തേരി 1. ഇന്നിപ്പോൾ ഇവിടേക്ക്, അതായത് CHCയിലേക്ക് എത്തിയത് 14 മൃതദേഹങ്ങളാണ്. മാത്രമല്ല 10 ശരീര ഭാഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും പ്രതീക്ഷ നഷ്ടപ്പെട്ട ആളുകളെ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ ആശ നഷ്ടപ്പെട്ട നിരവധി ആളുകളെ കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. പകൽ സമയങ്ങളിലൊക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഓരോരുത്തരും വന്ന്, കാരണം നിലമ്പൂരിൽ നിന്നും അധികമായി മൃതദേഹങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് നോക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും അവിടേക്ക് പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ എത്തുക. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ വേലിപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത് അതിന്റെ വേഗം കൂട്ടും. അതൊരു വലിയ പ്രത്യാശ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവന്റെ ഏതെങ്കിലും ഒരു കണിക അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വളരെ വേഗത്തിൽ എത്തിക്കാൻ എന്തായാലും ആ ഒരു പാലം നിർമ്മാണത്തിലൂടെ സാധിക്കും. നിർമ്മാണം പൂർത്തീകരിച്ചതോടുകൂടി തന്നെ വളരെ വേഗത്തിൽ സാധിക്കും. 2 പരാതികളാണ് ഇന്ന് പ്രധാനമായും അവിടുത്തെ നാട്ടുകാരിൽ നിന്നും ഉണ്ടായിരുന്നത്. ഒന്ന്, പ്രദേശവാസികളെ അവിടേക്ക് അനുവദിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രദേശവാസികൾ അവിടെ എത്തുമ്പോൾ മാത്രമാണ് അവരുടെ പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. ആ പരിസരങ്ങളിൽ വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്താൻ സാധിക്കും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്പീക്കർ ഷംസീർ ഇവിടെ വന്ന സമയത്ത് നാട്ടുകാർ തന്നെ നേരിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല DNA പരിശോധന, അതായത് ഇപ്പോൾ ഭൂരിഭാഗം ശരീരഭാഗങ്ങളായാണ് ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് DNA പരിശോധന നടത്തണമെന്നുള്ള, വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള സമീപനം ഉണ്ടാകണമെന്നുള്ള കാര്യം ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനും മനീഷ് മൂർത്തിയിലേക്ക് വരാം. മനീഷ് മൂർത്തി അതിന്റെ കണക്കുകൾ വിശദീകരിക്കുകയായിരുന്നു. അത് ഞെട്ടിക്കുന്ന ഹൃദയഭേദകമായ കണക്കാണ്. ഏറ്റവും ഒടുവിൽ മരണസംഖ്യ 297 എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്നു. മേപ്പാടി CHCയിൽ 138
മൃതദേഹങ്ങളാണ് എത്തിയത്. അതിൽ 105 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ അത് 147. അതിൽ പലതും ശരീരഭാഗങ്ങളാണ് എന്നുള്ള കാര്യമാണ്. വിംസിൽ 12, വൈത്തിരിയിൽ 1, ബത്തേരിയിൽ 1, അങ്ങനെ മൃതദേഹങ്ങളുടെ കണക്ക് ആ തരത്തിലാണ്. പരിക്കേറ്റവർ ഒരുപാടുണ്ട്, ആശുപത്രികളിൽ തുടരുന്നവർ ഒരുപാടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർ ഒരുപാടുണ്ട്. മിസ്സിംഗ് എന്നുള്ള നിലയിൽ ഏതാണ്ട് 225ഓളം പേരെയാണ് ഔദ്യോഗികമായി കണക്കാക്കുന്നത്. അവരൊക്കെ എവിടെ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. മണ്ണിനടിയിലും തെരച്ചിൽ തുടരുന്നുണ്ട്. വലിയ പാറക്കെട്ടുകളൊക്കെ നീക്കി സാധ്യമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവിടെ തെരച്ചിൽ വീണ്ടും നടക്കാൻ പോകുന്നു. മന്ത്രിതല ഉപസമിതി യോഗത്തിന് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ. 6 മേഖലകളായി തിരിഞ്ഞ് നാളെ തെരച്ചിൽ വീണ്ടും നടത്താൻ പോകുന്നു. നാളത്തെ തെരച്ചിലിന് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള പ്രത്യേകത, അത് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിന് സഹായകമായി മാറുന്നത് വൈകിട്ടോടുകൂടി നിർമ്മാണം പൂർത്തിയായ ബെയിലി പാലമാണ്. സൈന്യത്തിൻ്റെ ആ ഇടപെടൽ ഈ രക്ഷാദൗത്യത്തിൽ, ഈ തെരച്ചിലിൻ്റെ ഈ ദൗത്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ദുരന്തബാധിതരെ ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് നാട്. ഇന്ന് നമ്മൾ കണ്ടിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തുന്നതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നേരിട്ട് ദുരന്തബാധിതരെ കാണാനെത്തുന്നതും ആശ്വസിപ്പിക്കുക എന്നുള്ള ആ പ്രയോഗത്തിന് എത്രത്തോളം ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നിലയാണ്. എങ്കിലും ഒപ്പമുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുക എന്നതാണ് പ്രധാന